നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഷെഫ് പിള്ളയുടെ ഒരു അടിപ്പൻ റെസിപ്പിയാണ്. വേണാട് പാൽ കൊഞ്ച്. അടിപൊളിയാണ്, കണ്ടിട്ടും നല്ല ലുക്കാണ്. ഞാൻ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. എൻ്റെ അടുത്ത് എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ട്. സിമ്പിൾ റെസിപ്പിയാണ്. 5 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ട് 250 ഗ്രാം കൊഞ്ച് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. പിന്നെ അതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി, അത് തൊലിയോട് കൂടി ചതച്ചെടുക്കണം കേട്ടോ. അത് അതിലേക്ക് ചേർക്കുക. പിന്നെ നമ്മുടെ നല്ല തനി നാടൻ വെളിച്ചെണ്ണ, അത് 2 ടീസ്പൂൺ അതിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് കല്ലുപ്പാണ്. കല്ലുപ്പ് ഒരു നല്ല മറ്റേ പൊടിയുപ്പിനേക്കാൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അതൊരു നുള്ള്. പിന്നെ നമ്മുടെ പിരിയമുളക് ഇടിച്ചതാണ്, അത് ഒരു 2 ടീസ്പൂൺ. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. പിന്നെ അത് ആ മിക്സിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ചേർക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മുടെ നാളികേരപ്പാൽ, 1 കപ്പ് നാളികേരപ്പാൽ. അതിലേക്ക് പച്ച വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് കറിവേപ്പില അരിഞ്ഞിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ തേങ്ങാപ്പാലിലേക്ക് നമുക്കൊരു കറിവേപ്പില അരിഞ്ഞതും പിന്നെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണം കേട്ടോ. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അത് ചട്ടി ചൂടായിട്ടുണ്ട്. ചെമ്മീൻ ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. അധികം ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല, 2 മിനിറ്റൊക്കെ മാക്സിമം വൺ സൈഡ് ഫ്രൈ ചെയ്താൽ മതി. ഓവർ കുക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെമ്മീൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് പോകും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കണ വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ പച്ചമുളകും കൂടെ ഈ സമയത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വൺ സൈഡ് ആയിട്ടുണ്ട്. 2 മിനിറ്റ് ഞാൻ കുക്ക് ചെയ്തിട്ടുള്ളൂ ഒരു സൈഡ്. അപ്പോൾ അതുപോലെ 2 മിനിറ്റ് മറ്റേ സൈഡും കൂടെ കുക്ക് ചെയ്യാം. അപ്പോൾ ഇനി പയ്യെ ഇതെല്ലാം മറിച്ചിട്ട് കൊടുക്കാം. ചെമ്മീനെല്ലാം ഞാൻ ഇങ്ങനെ മറിച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 2 മിനിറ്റും കൂടെ ഈ സൈഡും കൂടെ ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിതിങ്ങനെ കുക്ക് ചെയ്യണത്. ഹൈ ഫ്ലെയിമിൽ ഇടുന്നില്ല. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ചെമ്മീൻ ചുമ്മാ കരിഞ്ഞു പോകുള്ളൂ. ഇനി ഷെഫ് പറഞ്ഞ പോലെ അതിൻ്റെ മെയിൻ സാധനം നാളികേരപ്പാലിൽ വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് അത് ചെറുതായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ഇങ്ങനെ വറ്റിച്ചു കൊടുക്കുക. അപ്പോൾ അത് നമ്മുടെ പാൽക്കൊഞ്ച് നല്ലോണം വറ്റി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കഴിച്ചാൽ മാത്രം മതി. അവസാനം നമുക്ക് കുറച്ചും കൂടെ കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ തൂവി കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായി. ഇത് മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റമാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഷെഫ് പിള്ളയുടെ കിഡിലൻ റെസിപ്പിയാണ്.